ഇന്നത്തെ റെസിപ്പി ഒരു അപ്പമാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അരി അരച്ചിട്ടും ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടും അരിപ്പൊടി ഉപയോഗിച്ചിട്ടും എല്ലാം അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അവില് ചേർത്തിട്ടുള്ള അപ്പം. ഇന്നത്തെ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തരി കുറുക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അരിപ്പൊടിയും ചോറും ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അരി സോക്ക് ചെയ്ത് വെക്കാൻ മറന്നുപോയി, സമയം കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരി സോക്ക് ചെയ്ത് വെക്കാതെ ഇപ്പോൾ രാവിലത്തേക്കാണ് അപ്പം വേണ്ടതെന്നുണ്ടെങ്കിൽ രാത്രി എല്ലാം ചേർത്ത് അരച്ച് മിക്സ് ചെയ്ത് വെക്കുക. രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഇല്ല വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ റെഡിയാക്കി വെക്കുക. പിന്നെ അപ്പം ഉണ്ടാക്കുമ്പോൾ പലരും കംപ്ലൈൻറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നീത ഉണ്ടാക്കുന്ന പോലെ ഹോൾസ് അപ്പത്തിൽ വരുന്നില്ല എന്ന് പറയാറുണ്ട്, കറക്റ്റ് ആവുന്നില്ല എന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് പഴയ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഈസ്റ്റിന്റെ ഡേറ്റ് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് കറക്റ്റ് ആയിട്ട് ആ ഹോൾസ് വരില്ല കേട്ടോ, കറക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആവില്ല അപ്പം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈസ്റ്റ് അപ്പം എന്നല്ല ഈസ്റ്റ് ചേർത്തിട്ടുള്ള റെസിപ്പികൾ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒക്കെ ചേർത്തിട്ടുള്ള റെസിപ്പികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് സാധനമാണെങ്കിലും അത് പെർഫെക്റ്റ് ആവില്ല. കേക്ക് ആയാലും അപ്പം ആയാലും എന്തായാലും പെർഫെക്റ്റ് ആവില്ല. ആ ഒരു എക്സ്പയറി ഡേറ്റ് നോക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള മിസ്റ്റേക്സ് വരുന്നത്. പിന്നെ ഈ അപ്പത്തിൽ വേറെ നമ്മളിപ്പോൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കണ്ട കേട്ടോ. വളരെ എളുപ്പമാണ്, ബാച്ചിലേഴ്സിന് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ പേര് ബാച്ചിലേഴ്സ് ഉണ്ട്, അവരും കമന്റ് ചെയ്യാറുണ്ട് ഈസി റെസിപ്പീസ് ചെയ്യുമോ ചേച്ചി, ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പി ഞങ്ങൾക്കും കൂടി ചെയ്യാൻ പറ്റിയ റെസിപ്പികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്കും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അപ്പം ഉണ്ടാക്കുക, ഉണ്ടാക്കി കഴിക്കുക. കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന അപ്പത്തിന്റെ ഫോട്ടോ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരിക, നമുക്ക് അതെല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ചേർക്കാതെ അപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ അപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ പൊടി, അതായത് പത്തിരിപ്പൊടിയോ ഇടിയപ്പം പൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പുട്ടുപൊടി എടുക്കരുത്. പുട്ടുപൊടി ഒഴികെ വറുത്തരിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നൈസ് പത്തിരിയുടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാം. ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ചോറാണ്. അപ്പോൾ വൈറ്റ് റൈസാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ അപ്പം ബ്രൈറ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കുത്തരി ചോറേ ഉള്ളൂ, അപ്പോൾ ഞാൻ അതുകൊണ്ട് കുത്തരി ചോറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈസ്റ്റ്. ഈസ്റ്റിൻ്റെ കാര്യമാണ് നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ്. സാധാരണ നമ്മുടെ തരിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ പഞ്ചസാരയും ഈസ്റ്റും കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം മാത്രം ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആയതുകൊണ്ട് പൊങ്ങി വരാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഈ മെഷറിംഗ് കപ്പിലാണ് ഞാനിപ്പോൾ പൊടി എടുക്കുന്നത്. 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ് പൊടിക്ക് 1 കപ്പ് ചോറ്. പൊടി എടുക്കുന്നതിൻ്റെ നേരെ പകുതി അളവിൽ നമ്മൾ ചോറെടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് പൊടിയും ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് അരയ്ക്കാൻ പോകാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ വലിയ ജാറില്ലേ, നമുക്ക് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രം 2 or 3 ബാച്ചായിട്ട് അരച്ചെടുക്കുക. ഇത് ലെവലായിട്ട് തന്നെ എടുക്കുക കേട്ടോ, അപ്പോൾ അളവ് തെറ്റിപ്പോവില്ല. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറും കൂടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്. നമുക്ക് ഈ അപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ചേർക്കുക. ആദ്യം ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് അരച്ച് കഴിഞ്ഞിട്ടേ ബാക്കി വെള്ളം ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ 3/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. പൊടി വേഗം തന്നെ അരഞ്ഞ് കിട്ടും. നമ്മുടെ ചോറ് മാത്രം അരഞ്ഞ് വരാനേ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിതാ അരച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു വലിയ ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ മെഷറിംഗ് സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 പ്രാവശ്യം ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ, നൈസായിട്ടാണ് ഇരിക്കുക കേട്ടോ നമ്മുടെ ഈസ്റ്റ്, തരികളായിട്ടല്ല. അപ്പോൾ 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർക്കുന്നുണ്ട്. ഇതാ ഈസ്റ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പം വേഗം തന്നെ പൊങ്ങിപ്പോവും. അതുപോലെ പുളി കൂടിപ്പോവും.
പിന്നെ ഈസ്റ്റിന് പകരം വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തേ പറ്റുള്ളൂ. എപ്പോഴും എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട് ഞാൻ ഈസ്റ്റ് ചേർത്തിട്ടുള്ള റെസിപ്പി ചെയ്യുമ്പോൾ ഈസ്റ്റിന് പകരം വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഈസ്റ്റിന് പകരം വേറെ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് വേറെ ഓപ്ഷൻസ് പറഞ്ഞു തരാത്തത്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, അത് നമ്മൾ ഈ ഈസ്റ്റും പഞ്ചസാരയും ചേർത്തതിലേക്ക് ഒന്ന് കുറച്ച് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആദ്യം ഈസ്റ്റും പഞ്ചസാരയും ചേർന്ന് നന്നായിട്ട് മിക്സ് ആയി വരാനാണ് കുറച്ച് ചേർത്തിട്ട് ആദ്യം മിക്സ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈസ്റ്റും പഞ്ചസാരയും ചൂടുവെള്ളവും ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വയ്ക്കുന്നതെങ്കിൽ അത് പൊങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച മാവിലേക്ക് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് എന്താണ് ഈസ്റ്റ് ചേർത്ത് അരയ്ക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിന് അധികം സമയം വേണ്ടല്ലോ അരയാൻ. നമ്മുടെ അരിപ്പൊടി ആണെങ്കിൽ അരയേണ്ട ആവശ്യമില്ല, ചോറിൻ്റെ കൂടെ ചേർന്നൊന്ന് മിക്സ് ആവാനേ ഉള്ളൂ. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് മിക്സ് ആയി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ ഈസ്റ്റും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ അപ്പത്തിന് അരച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഈ മാവിലേക്ക് ഇനിയും വെള്ളം ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടില്ല, കുറച്ചുകൂടി തിക്കാണ്. ഞാനിപ്പോൾ ഉപ്പും ചേർത്തിട്ടില്ല കേട്ടോ, ഉപ്പൊക്കെ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് മിക്സ് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിത് കുറച്ചായിട്ട് ഈ മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ആകുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ മിക്സ് ആവണം കേട്ടോ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉണ്ടോ കുറച്ച് തിക്കായിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അപ്പം വേണം എന്നുള്ളതനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. 2.25 കപ്പ് വെള്ളമാണ് ഞാൻ. 2 കപ്പ് പൊടി, അതുപോലെ തന്നെ 1 കപ്പ് ചോറ്, ഇത്രയും അളവിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് മധുരം ചെക്ക് ചെയ്യാം. മധുരം കുറവാണെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരാം. ചെറിയ വ്യത്യാസം വരുള്ളൂ, വലിയ വ്യത്യാസം വരില്ല. ഞാനിപ്പോൾ മധുരം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ചെറിയ മധുരം ഉള്ളൂ കേട്ടോ, അധികം മധുരമില്ല. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്താലേ നമുക്ക് മധുരം കറക്റ്റായിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ക്ലൈമറ്റിലെ വ്യത്യാസം അനുസരിച്ച്, ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂർ കൊണ്ട് റെഡിയാവും. തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 6 മണിക്കൂർ വരെ സമയം എടുക്കാം. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ ശ്രദ്ധിക്കുക. ക്ലൈമറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് മാവ് പൊങ്ങുന്ന ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ എല്ലാവർക്കും എന്നും തലവേദനയുള്ള കാര്യങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ അരി സോക്ക് ചെയ്യാൻ മറന്നു പോകുക എന്നുള്ളത്, അതൊക്കെ മിക്കവാറും വീട്ടമ്മമാർക്ക് സംഭവിക്കുന്നതാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എളുപ്പമുള്ള രീതിയിൽ അപ്പമൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഒന്നുകൂടി ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ ഏത് കറിയാണ് ഉണ്ടാക്കുന്നതെന്നനുസരിച്ചാണ് അപ്പത്തിൻ്റെ മധുരം തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് മധുരം ഉള്ള അപ്പമാണ് നല്ലത്. പക്ഷേ നമ്മുടെ ചിക്കൻ കറി പോലെയൊക്കെയുള്ള കറികളൊക്കെ ഇല്ലേ, ചിക്കൻ റോസ്റ്റ്, മട്ടൺ റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഒക്കെ ആണെങ്കിൽ അധികം മധുരം ഇല്ലാത്ത അപ്പമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ മധുരം കുറഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ വെജ് കറികൾക്ക് മധുരമുള്ള അപ്പമാണ് ടേസ്റ്റ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് മധുരമുള്ള അപ്പത്തിൻ്റെ കൂടെയാണ് വെജിറ്റബിൾ കറികൾ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ മുട്ടക്കറിയൊക്കെ ആണെങ്കിലും അധികം മധുരമുള്ള അപ്പം അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. മാവ് നന്നായിട്ട് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഏത് സ്റ്റേജിലാണെങ്കിലും മധുരം ചേർക്കണം എന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാം, ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. വെള്ളം മാത്രം ഇനി നമ്മൾ മിക്സ് ചെയ്യില്ല. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ വയ്ക്കുക. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇതാ
ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അരച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂറായി. ഇപ്പോൾ ഞാൻ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഞാൻ വലിയ അപ്പമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ചെറിയ ചെറിയ അപ്പമാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കിച്ചൂസിന് ചെറിയ അപ്പമാണ് ഇഷ്ടം, വലിയ അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ബബിൾസ് വന്ന് കഴിയുമ്പോഴാണ് ഒന്ന് അടച്ചു വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബബിൾസ് വരുന്നതിന് മുന്നേ തന്നെ ആയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഹോൾസ് ഒന്നും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സെയിം അപ്പം തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ദോശക്കല്ലിൽ ഉണ്ടാക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ മാവിൻ്റെ തിക്നെസ് കുറച്ചുകൂടി കൂടുതലായിരിക്കണം. ഇത്രയും ലൂസായിട്ടുള്ള മാവായിരിക്കരുത്, കുറച്ചുകൂടി തിക്കായിട്ടുള്ള മാവാണെങ്കിൽ നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. ഇതാ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ അപ്പം അപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റുകയാണ്. ഇത് നമ്മൾ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ, തനിയെ വിട്ട് വന്നോളും. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ വേഗം വിട്ട് വന്നോളും. ഇനിയും ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, എപ്പോഴും ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. വീണ്ടും ഇതുപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത അപ്പവും ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ അപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പോകണം. ഇനിയിപ്പോൾ അപ്പം മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഈ മാവ് തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പം ഉണ്ടാക്കി മുഴുവൻ കഴിഞ്ഞിട്ടില്ല, കുറച്ച് ഇനി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതുണ്ടോ, ഇതുപോലെ നല്ല തളർന്ന് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഈ അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ ഞാനിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന കറി അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2 വീഡിയോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ഈസി വെജിറ്റബിൾ കറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾ കറി. അപ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ കറിയുമായിട്ട് നാളെ കാണാം. ബൈ.